വിക്ടോറിയൻ ബ്രിട്ടനിലെ ഒരു കോടതി മുറി. 56-കാരിയായ ഒരു സ്ത്രീ വിചാരണയ്ക്കായി നിൽക്കുകയാണ്. അവരുടെ അഭിഭാഷകൻ അവരെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ മാനസിക പ്രശ്നങ്ങളും മയക്കുമരുന്നിൻ്റെ അമിതമായ ഉപയോഗവുമാണ് ആ തെറ്റിലേക്ക് അവരെ നയിച്ചതെന്ന് ആ അഭിഭാഷകൻ വാദിച്ചു. പക്ഷേ അവർ ചെയ്ത കുറ്റം ന്യായീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. പ്രോസിക്യൂഷൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അവർ നിശബ്ദയായി നിന്നു. ഒടുവിൽ കോടതി അവരെ പൊതുജനമധ്യേ തൂക്കിലേറ്റാൻ വിധിച്ചു. ശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ് ജയിലിൽ വെച്ച് അവൾ ഒരു കത്ത് തയ്യാറാക്കി. അതിൻ്റെ ഒടുക്കം ഇങ്ങനെയായിരുന്നു: ഞാൻ ചെയ്ത കുറ്റത്തിന് ദൈവത്തിൻ്റെ മുൻപിലെങ്കിലും എനിക്ക് മാപ്പ് ലഭിക്കട്ടെ. ആരാണ് ഈ സ്ത്രീ? എന്താണ് അവർ ചെയ്ത കുറ്റം? ബ്രിട്ടനിലെ കേവ്ഷം എന്ന ഗ്രാമത്തിലൂടെ ശാന്തമായി ഒഴുകുന്ന തേംസ് നദി. ആ നദിയിലൂടെ ഒരു വഞ്ചിക്കാരൻ തിരക്കിട്ട് തുഴഞ്ഞു പോവുകയാണ്. പെട്ടെന്ന് അയാളുടെ തൊഴിയിൽ എന്തോ ഒന്ന് തടഞ്ഞു. പക്ഷേ അതെന്താണെന്ന് അയാൾക്ക് പിടികിട്ടിയില്ല. ശേഷം അയാൾ ആ വസ്തു പതിയെ തള്ളി കരക്കടിപ്പിച്ചു. ഒരു പാഴ്സൽ പൊതിയായിരുന്നു അത്. ആകെ നനഞ്ഞു കുതിർന്നിരുന്ന ആ പൊതിയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. അയാൾ പതുക്കെ അത് തുറന്നു. ആ കാഴ്ച അക്ഷരാർത്ഥത്തിൽ അയാളെ ഞെട്ടിച്ചു. അതിനുള്ളിൽ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിൻ്റെ ശവശരീരമായിരുന്നു. അയാൾ വേഗം തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. ഏതാണ് ഈ കുഞ്ഞ്? ആരാണ് ഇത് ചെയ്തത്? എന്തിനാണ് ഇത് ചെയ്തത്? മിസ്സസ് തോമസ് എന്നയാളുടെ പേരിലുള്ള ഒരു ഇൻലൻ ലെറ്ററും ഒരു സ്ത്രീയുടെ വസ്ത്രവുമായിരുന്നു ആ പൊതിയിൽ നിന്നും ലഭിച്ച ആകെയുള്ള തെളിവുകൾ. ആരാണ് ഈ മിസ്സസ് തോമസ്? 3 ദിവസങ്ങൾക്ക് ശേഷം പോലീസിന് അതിനുള്ള മറുപടി ലഭിച്ചു. വിക്ടോറിയ ബ്രിട്ടനിലെ ഒരു വീടിന് ചുറ്റും പോലീസ് വളഞ്ഞിരിക്കുകയാണ്. അവർ വാതിലിൽ ശക്തമായി മുട്ടി. വാതിൽ തുറക്കപ്പെട്ടു. 56 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീയാണ് പുറത്തേക്ക് വന്നത്. അവരുടെ പേര് മിസ്സസ് തോമസ് എന്നായിരുന്നു. പോലീസുകാർ മണിക്കൂറുകളോളം അവളെ ചോദ്യം ചെയ്തു. മരിച്ചുപോയ ഭർത്താവിൻ്റെ പേരിൽ രഹസ്യമായി കഴിഞ്ഞ ആ സ്ത്രീയുടെ യഥാർത്ഥ പേര് അമേലിയ ഡയർ എന്നായിരുന്നു. അങ്ങനെ 30 വർഷം ആരും അറിയാതിരുന്ന ആ സീരിയൽ കില്ലറിൻ്റെ കഥ ലോകമറിഞ്ഞു. 400ഓളം കുഞ്ഞുങ്ങളുടെ ജീവൻ ഇല്ലാതാക്കിയ ഒരു സീരിയൽ കില്ലർ, അമേലിയ ഡയർ. പത്തൊൻപതാം നൂറ്റാണ്ടിലെ വിക്ടോറിയൻ ഇംഗ്ലണ്ടിലെ ഒരു കൊച്ചു ഗ്രാമം. ഒരു ഷൂമേക്കറിൻ്റെ 5 മക്കളിൽ ഇളയവളായാണ് അമേലിയ ഡയർ ജനിച്ചത്. ഇംഗ്ലണ്ട് അതിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയം. ദാരിദ്ര്യം മൂലം കൊലപാതകവും മോഷണവും വേശ്യാവൃത്തിയും മരണവുമെല്ലാം സാധാരണമായിരുന്നു. അത്തരമൊരു കാലഘട്ടമായിരുന്നിട്ട് കൂടി മികച്ച വിദ്യാഭ്യാസവും ജീവിത സാഹചര്യങ്ങളും അവൾക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ആ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല. അപ്രതീക്ഷിതമായി ഉണ്ടായ അവളുടെ സഹോദരങ്ങളുടെ മരണവും അതേ തുടർന്ന് തന്നെ അവളുടെ അമ്മയ്ക്കുണ്ടായ ടൈഫസ് എന്ന രോഗവും അവളെ മാനസികമായി തളർത്തിയിരുന്നു. ടൈഫസ് രോഗബാധിതയായ അമ്മ പലപ്പോഴും ഭ്രാന്തമായി പെരുമാറുകയും ചുറ്റുമുള്ളവരെ ഭയപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. അമ്മയുടെ ഈ അവസ്ഥ അവളെ ഭയപ്പെടുത്തിയിരുന്നു. എന്നാൽ അവൾ പോലും അറിയാതെ അത് അവളുടെ മനസ്സിനെ മറ്റൊരു തലത്തിൽ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ മരണശേഷം അമേലിയ ബ്രിസ്റ്റ് ടൗണിലേക്ക് താമസം മാറുകയും 24-കാരിയായ അവൾ 59 വയസ്സുള്ള ജോർജ് തോമസിനെ വിവാഹം ചെയ്യുകയും ചെയ്തു. വിവാഹശേഷം അമേലിയ നേഴ്സിംഗ് പഠനം ആരംഭിച്ചു. അമ്മയെ ശുശ്രൂഷിച്ചുള്ള പരിചയം അവളെ ആ മേഖലയിൽ മിടുക്കിയാക്കി. അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു. അവിടെ വെച്ച് അവൾ ഒരു പുതിയ വ്യക്തിയെ കണ്ടുമുട്ടി, എലൻ ഡയൻ എന്ന ബേബി ഫാർമർ. ഏറ്റവും വേഗത്തിൽ പണമുണ്ടാക്കാനുള്ള മാർഗം ബേബി ഫാർമിംഗ് ആണെന്ന് എലൻ ഡയൻ എപ്പോഴും അവളോട് പറയുമായിരുന്നു. എന്താണ് ബേബി ഫാർമിംഗ്? ഭർത്താക്കന്മാരാലോ കാമുകന്മാരാലോ ഗർഭിണിയായി ഉപേക്ഷിക്കപ്പെടുന്ന യുവതികളിൽ നിന്ന് ഒരു നിശ്ചിത തുകയ്ക്ക് അവരുടെ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കുക എന്നതാണ് ബേബി ഫാർമിംഗ്. വിക്ടോറിയൻ ബ്രിട്ടനിലെ ജീവിതം ആ കാലത്ത് വളരെ ദുരിതപൂർണമായിരുന്നു. ഭക്ഷണത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനു പോലും അവർ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. ആ കാലത്ത് പല സ്ത്രീകൾക്കും വേശ്യാവൃത്തി ഒരു തൊഴിലായി സ്വീകരിക്കേണ്ടി വന്നു.
അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പണം കൊടുത്ത് ഇത്തരം ബേബി ഫാർമേഴ്സിനെ ഏൽപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ ദാരിദ്ര്യം മൂലം ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെടുന്നത് സാധാരണമായതിനാൽ അങ്ങനെയുള്ള അമ്മമാരും കുട്ടികളെ ഇത്തരത്തിൽ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ബേബി ഫാർമിംഗ് വലിയൊരു കരിയറായി മാറിയിരുന്നു. അതേസമയം ബേബി ഫാർമിംഗ് എന്ന തൊഴിലിനെ പലരും ദുരുദ്ദേശത്തോടെയാണ് കണ്ടിരുന്നത്. നിസ്സഹായരായ അമ്മമാരെ ചൂഷണം ചെയ്ത് പണം തട്ടിയെടുക്കാനുള്ള ഒരു മാർഗമായി ഇതിനെ കണ്ടിരുന്നു. വിക്ടോറിയൻ ബ്രിട്ടനിലെ നിയമങ്ങളോ ശക്തരായ ജനസേവകരോ അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വിൽപ്പനയും സുലഭമായിരുന്നു. ബേബി ഫാർമിംഗ് ചെയ്യുന്ന സ്ത്രീകൾ കുഞ്ഞുങ്ങൾ വിശന്നു കരയുമ്പോൾ മയക്കുമരുന്ന് കലർത്തിയ ഒരു സിറപ്പ് കരച്ചിലടക്കുവാനായി കൊടുക്കുമായിരുന്നു. അമേലിയ ഡയർ ഗർഭിണിയായി. ഗർഭിണികളായ സ്ത്രീകൾക്ക് ജോലി കൊടുക്കാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അമേലിയയുടെ ജോലി നഷ്ടമായി. അധികം വൈകാതെ അവളുടെ ഭർത്താവും മരണപ്പെട്ടു. അതോടുകൂടെ അവൾക്ക് മറ്റ് വരുമാന മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയായി. അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ജീവിക്കാനായി എന്തു ചെയ്യണം എന്ന് ആലോചിച്ചിരുന്ന അവൾ ഒടുവിൽ ആ തീരുമാനത്തിലെത്തി: ബേബി ഫാർമിംഗ്. ആദ്യമൊക്കെ ജീവിക്കാനുള്ള മാർഗമായിരുന്നെങ്കിലും പതിയെ പതിയെ അത് അവളിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ ആരംഭിച്ചു. കുഞ്ഞുങ്ങളുടെ കരച്ചിലടക്കാൻ നൽകിയിരുന്ന ആ സിറപ്പ് അവളും ഉപയോഗിക്കുമായിരുന്നു. ഈ ഒരു പ്രവൃത്തി ക്രമേണ അവളുടെ ഉള്ളിലെ മനുഷ്യത്വം ഇല്ലാതാക്കി. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അവൾക്ക് അസഹ്യമായി തുടങ്ങി. എന്നാൽ പണത്തോടുള്ള അമിതമായ ആസക്തി ആ തൊഴിലിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവളെ പ്രേരിപ്പിച്ചതുമില്ല. അതുകൊണ്ട് തന്നെ അവൾ അതിനൊരു പരിഹാരം കണ്ടെത്തി. അവളുടെ പരസ്യവാചകങ്ങൾ ആരെയും ആകർഷിക്കുന്നതായിരുന്നു. അതിൽ ആകർഷിതരായ ഒരുപാട് അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ അമേലിയയുടെ കൈകളിൽ ഏൽപ്പിച്ചു. നാളുകൾ കടന്നുപോയി. അമേലിയയുടെ സംരക്ഷണത്തിൽ വളർന്നിരുന്ന കുഞ്ഞുങ്ങളുടെ മരണസംഖ്യ പെട്ടെന്ന് ഉയരുവാൻ ആരംഭിച്ചു. പോഷകാഹാരക്കുറവ് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാണ് അവൾ ഡോക്ടറുടെ കയ്യിൽ നിന്നും മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിയിരുന്നത്. എന്നാൽ അസാധാരണമായി കുഞ്ഞുങ്ങളുടെ മരണസംഖ്യ വർദ്ധിച്ചപ്പോൾ ഡോക്ടർക്ക് അവളിൽ ഒരു സംശയം തോന്നിത്തുടങ്ങി. അങ്ങനെ അവൾ ആദ്യമായി പിടിക്കപ്പെട്ടു. എന്നാൽ ഫോറൻസിക്കിൻ്റെയും വൈദ്യശാസ്ത്രത്തിൻ്റെയും മറ്റ് സാങ്കേതിക വിദ്യകളുടെയും സാധ്യതകൾ കുറവായ ഒരു കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പട്ടിണിയും ദാരിദ്ര്യവും മൂലമാണ് കുട്ടികൾ മരിച്ചത് എന്ന് അവൾ അതിസമർത്ഥമായി വാദിച്ചു. വളരെ ചെറിയ ശിക്ഷയാണ് കോടതി അവൾക്ക് നൽകിയത്. ജയിലിൽ നിന്ന് പുറത്തു വന്ന ശേഷം അവൾ മറ്റൊരിടത്തേക്ക് താമസം മാറി. ഇത്തവണ അവൾ കുറച്ചുകൂടി ശ്രദ്ധാലുവായിരുന്നു. മാത്രമല്ല, കൊല ചെയ്യുന്ന രീതിയിലും അവൾ മാറ്റം വരുത്തി. മുൻപ് അളവിൽ കൂടുതൽ മയക്കുമരുന്ന് നൽകിയാണ് അവൾ കുഞ്ഞുങ്ങളെ കൊന്നിരുന്നതെങ്കിൽ ഇത്തവണ കഴുത്തിൽ റിബൺ മുറുക്കിയാണ് അവൾ അത് ചെയ്തിരുന്നത്. മരണ സർട്ടിഫിക്കറ്റിനായി അവൾ ഡോക്ടർമാരെ സമീപിക്കാതെയായി. ആളുകൾക്ക് അവളിൽ സംശയം തോന്നാതിരിക്കാൻ ഇടയ്ക്കിടെ താമസ സ്ഥലം മാറിക്കൊണ്ടിരുന്നു. ഓരോ കുഞ്ഞും ശ്വാസം കിട്ടാതെ മരിക്കുന്നത് കാണുന്നത് അവൾക്ക് വല്ലാത്തൊരു ആവേശവും ആനന്ദവുമായി മാറി. കൊലപാതകത്തിന് ശേഷം മൃതദേഹങ്ങൾ പാഴ്സൽ പേപ്പറിൽ അവൾ പൊതിഞ്ഞു. ശേഷം കല്ലിൽ കെട്ടിത്തൂക്കി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. ഏകദേശം 30 വർഷത്തോളം അവൾ ഈ ക്രൂരത തുടർന്നു. പക്ഷേ ഒരു നാൾ അവൾക്ക് പിഴച്ചു. 30 വർഷമായി അമേലിയ ചെയ്തിരുന്ന ക്രൂരത അങ്ങനെ ലോകമറിഞ്ഞു. 56-ാം വയസ്സിൽ അമേലിയ ഡയർ എന്ന സീരിയൽ കില്ലർ പിടിക്കപ്പെട്ടു. ആ ഒരു കാലയളവിൽ അവൾ ഇല്ലാതാക്കിയത് 400ഓളം കുഞ്ഞുങ്ങളുടെ ജീവനുകളായിരുന്നു. പോലീസ് പിന്നീട് ആ പുഴയിൽ നിന്നും 6 പാഴ്സൽ പൊതികൾ കൂടി കണ്ടെത്തി. അമേലിയയുടെ വീട്ടിൽ നിന്നും 20 കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. വിക്ടോറിയൻ ബ്രിട്ടനിലെ ആ തെരുവിൽ അന്ന് പതിവിലധികം ആളുകൾ കൂടിയിരുന്നു. വളരെയധികം രോഷാകുലർ ആയിരുന്നു അവർ. അവരുടെ മധ്യത്തിലേക്ക് അവളെ എത്തിച്ചു. അവളുടെ മരണത്തിനായി തൂക്കുമരം സജ്ജമായിരുന്നു. അങ്ങനെ 30 വർഷമായി 400ഓളം കുഞ്ഞുങ്ങളുടെ ജീവൻ ഇല്ലാതാക്കിയ അമേലിയ ഡയർ തൂക്കിലേറ്റപ്പെട്ടു.